പിന്നിപ്പോൾ കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്നു. അവിടെ ബാണാസുര സാഗർ ഡാം തുറന്ന ഒരു ദിവസം കൂടിയാണ്. കാരമന്തോട്, പനമരം പുഴ വഴി കബനിപ്പുഴയിലേക്ക് ഒഴുകുക എന്നുള്ളതാണല്ലോ വെള്ളത്തിൻ്റെ ഗതി. ഇപ്പോഴുള്ള ജാഗ്രതാ നിർദ്ദേശം എങ്ങനെയാണ്? ഏതെങ്കിലും തരത്തിൽ തീരത്തുള്ളവർ ആശങ്കപ്പെടേണ്ട അവസ്ഥ ഈ രാത്രി ഉണ്ടോ സുർജിത്ത്? ഹാഷ്മി, ഇന്ന് രാവിലെയാണ് ഡാം തുറന്നത്. 10 മണിയോടെ 10 സെന്റിമീറ്റർ ഒരു ഷട്ടറാണ് തുറന്നിട്ടുള്ളത്. ഇതനുസരിച്ച് 50 ഘനമീറ്റർ വെള്ളമാണ് പരമാവധി പുറത്തേക്ക് സെക്കൻഡിൽ ഒഴുക്കി വിടുക എന്നുള്ളത് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. ഇതനുസരിച്ച് കർമാൻതോട് വഴി നേരെ പനമരം പുഴയിലേക്കും, പനമരം പുഴ കൂടൽക്കടവിൽ മാനന്തവാടി പുഴയുമായി ചേർന്ന് കബനിയാകും. അപ്പോൾ കബനിയിലും നീരൊഴുക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഈ ഡാം തുറന്നു വിട്ട ശേഷം ഉച്ചയ്ക്ക് ശേഷം മഴപ്പെയ്ത്തിൽ വലിയ രീതിയിലുള്ള കുറവുണ്ടായി. ഈ നിമിഷവും പലയിടങ്ങളിലും മഴയുണ്ട്, പക്ഷേ അതൊരു ചാറ്റൽ മഴയായി മാറിയിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ ചില സ്ഥലങ്ങളിലെങ്കിലും വെള്ളക്കെട്ട് നിലനിൽക്കുന്ന ഒരവസ്ഥ ഉണ്ട്. ഈ കൽപ്പറ്റ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തും ഈ വെള്ളക്കെട്ട് ഉണ്ട്. ഈ വെണ്ണിയോടൊക്കെ പോകുന്ന ആ റോഡിലൊക്കെ വെള്ളക്കെട്ട് ഉണ്ട്. കമ്പളക്കാട്ടേക്ക് പോകുന്ന റോഡിൽ മണിയങ്കോട് ഭാഗത്തൊക്കെ വെള്ളക്കെട്ട് അഭിമുഖീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഈ ചില സ്ഥലങ്ങളിൽ ഈ കോട്ടത്തറ വെണ്ണിയോട് ഭാഗത്ത് കുറുമണി എന്ന് പറയുന്ന പ്രദേശം, അത് വെള്ളക്കെട്ടിൻ്റെ ഒരു രൂക്ഷതയുള്ള ഒരു പ്രദേശമായി മാറുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ കുറുമണി എന്ന് പറയുന്ന പ്രദേശത്ത് തവിഞ്ഞാൽ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ വെള്ളക്കെട്ട് അഭിമുഖീകരിക്കുന്നുണ്ട്. പലയിടത്തും വാഴകർഷകർക്കാണ് ഏറ്റവും കൂടുതൽ ദുരിതം ഉണ്ടായിരിക്കുന്നത്. ഈ വാഴകൃഷി വലിയ രീതിയിൽ തന്നെ ഒരു നാശം വയനാട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എപ്പോഴും ഈ മഴ ഒന്ന് ആഞ്ഞു പെയ്താൽ ഈ സുൽത്താൻ ബത്തേരിയിലെ മുത്തങ്ങയിലേക്ക് പോകുന്ന വഴി കല്ലൂർ പുഴയാണ് കരകവിയുക. അവിടെ പുഴങ്കുനി എന്ന് പറയുന്ന ഒരു ആദിവാസി ഊരുണ്ട്. ആ പ്രദേശത്തു നിന്നുള്ള ആളുകളെ നേരത്തെ തന്നെ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടി എടുത്തിട്ടുണ്ട്. അത് കല്ലൂർ സ്കൂളിലേക്കും മറ്റുമായി നേരത്തെ തന്നെ മാറ്റുന്ന നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. അത്യാവശ്യം ഘട്ടം വന്നാൽ ഒരുപക്ഷെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുക എന്നുള്ള നടപടിയിലേക്ക് ജില്ലാ ഭരണകൂടം കടക്കും എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹാഷ്മി.